2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPക്ക് വട്ടപൂജ്യമാണ് കിട്ടിയത്. അതായത് BJP പ്രതീക്ഷ വെച്ചിരുന്ന എല്ലാ സീറ്റുകളും ഒടുക്കം ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF കൊണ്ടുപോയി. നേമം സീറ്റ് ഒടുവിൽ LDFിലേക്ക് ചാഞ്ഞതിൻ്റെ മുഖ്യ കാരണം UDF സ്ഥാനാർത്ഥിയായ K മുരളീധരൻ അവിടെ 36,000-ൽ പരം വോട്ടുകൾ നേടിയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ BJP കണ്ണുവെച്ച പാലക്കാട് മെട്രോമാൻ E ശ്രീധരൻ ഒടുവിൽ 3,800-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. അങ്ങനെ BJPയുടെ സ്വപ്നങ്ങളെല്ലാം തകിടം മറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി കാവിക്കൊടി പറത്തി. എന്നാൽ BJPക്ക് അക്കൗണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുറക്കാനാകാത്തതിൻ്റെ സകല നിരാശയും എല്ലാ പ്രവർത്തകരുടെയും മുഖത്തുണ്ട്. അതിക്കുറി നേമത്തൂടെ തിരിച്ചു പിടിക്കാനാണ് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷൻ ആക്കിയത് എന്ന് വളരെ വ്യക്തം. നേമത്തെ രാജീവ് ചന്ദ്രശേഖരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22,000-ൽ പരം വോട്ടിൻ്റെ ലീഡ് നേടിയെടുത്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ സുഗമമായി വിജയിക്കും എന്ന കണക്കൂട്ടലാണ്. അവിടെയും ഒരു പ്രശ്നമുണ്ട്. ശക്തമായ ത്രികോണ പോരാട്ടം നടത്താൻ തന്നെയാണ് നേമത്തെ LDFും UDFും ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ വന്നാൽ BJPയുടെ പ്രവചനം അസ്ഥാനത്താകും എന്ന് തന്നെയാണ് വിലയിരുത്തൽ. BJPക്ക് 30,000-ഓളം വോട്ട് ലഭിച്ച 60ഓളം നിയമസഭാ സീറ്റുകളുണ്ട്. ഈ 60 സീറ്റുകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP മത്സരിക്കുന്നത്. 60-ൽ ഏറ്റവും കുറഞ്ഞത് അതിൽ 6-ൽ 1 വിജയിക്കാൻ, അതായത് കുറഞ്ഞത് 10 സീറ്റെങ്കിലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ BJPക്ക് വലിയ വളർച്ചയാകും എന്ന കണക്കൂട്ടലാണ്. 20%-ലധികം വോട്ട് ഷെയർ നേടിയ NDA മുന്നണി ഇക്കുറി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് 20-ഓ അതിലധികം ശതമാനമോ വോട്ട് ഷെയർ നേടിയാൽ, ഏറ്റവും കുറഞ്ഞത് 1% വർദ്ധിച്ചാൽ അവർക്ക് വലിയ രീതിയിലുള്ള വളർച്ചയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് കാര്യങ്ങളെത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ BJP ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അസാമും കേരളവും തന്നെയായിരിക്കും എന്ന കണക്കൂട്ടലാണ്. കേരളം ഇന്നേ വരെ BJPക്ക് കിട്ടാക്കനിയായി നിൽക്കുന്ന സ്ഥലമാണ്. ഈ തുരുത്തിൽ കാവിക്കോടി പറപ്പിക്കാൻ വേണ്ടി വലിയ രീതിയിൽ പണമിറക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും അത്ര കണ്ട് ഫലം ചെയ്യുന്നുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും BJP അഭൂതപൂർവമായ ലീഡ് നേടിയെടുത്തു. BJP അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവരെ കൂടി കൂട്ടുപിടിക്കാൻ വഖഫ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുനമ്പം വിഷയത്ത് മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം എന്ന രീതിയിലേക്ക് BJPയുടെ നേതാവായ ജോർജ് കുര്യൻ കൃത്യമായി മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. അതായത് ക്രൈസ്തവ വോട്ടുകൾ കൂടി BJP പോക്കറ്റിലാക്കിയെടുത്താൽ അവരുടെ വർഗീയ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ചിന്താഗതിയാണ്. ക്രൈസ്തവർ കൂടുതൽ ഉള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് സീറ്റുകൾ കൊയ്തെടുക്കാനുള്ള ശ്രമം തീർച്ചയായും അസ്ഥിരപ്പെടുത്തുക UDFിനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് UDF എനിമി നമ്പർ 1 BJPയെ തന്നെ കാണുന്നത്. UDF മുക്ത കേരളത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന സംഘികളെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് മുന്നണി തീരുമാനം.